അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഉദയൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പോർക്കും കൂർക്കയും ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ പെട്ടെന്ന് വണ്ടി കയറിയിട്ട് പോരും നമുക്ക് ചെയ്യാം, അങ്ങനെ വന്നു കേട്ടോ. രാവിലെ എത്തിയതാണ്. അപ്പോൾ ഇന്ന് പോർക്കും കൂർക്കയും കഴിച്ചിട്ട് ഉടനെ മടങ്ങുന്നതായിരിക്കും. എന്തായാലും ടേസ്റ്റ് ചെയ്യിക്കാൻ പുള്ളിയെ കൊണ്ട് കേട്ടോ. നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്രിസ്മസിന് എൻ്റെ 4ാമത്തെ സ്പെഷ്യൽ വീഡിയോ ആണിത്. അതായത് ഓൾറെഡി 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഒന്നൊരു വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ, ഒന്നൊരു ഫിഷ് കൊണ്ടുള്ളൊരു ഐറ്റം, പിന്നെ ഒരു ചിക്കൻ കൊണ്ടുള്ള ഐറ്റം. ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോർക്ക് അല്ലെങ്കിൽ പന്നി കൊണ്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ്. ഇപ്പോൾ പോർക്ക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഈ പോർക്ക് ഐറ്റംസിന് ഏറ്റവും അല്ലെങ്കിൽ പോർക്ക് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും പ്രശസ്തമായ സ്ഥലം നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ അങ്കമാലിയാണ്. അപ്പോൾ അങ്കമാലി സ്റ്റൈലിൽ ഒരു പോർക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് അങ്കമാലിക്കാരെ പോർക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിലൂടെ ഒന്നിൽ കായ ചേർക്കും, അല്ലെങ്കിൽ കൂർക്ക ചേർക്കാറുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പോർക്കും കൂർക്കയുമാണ്. ഒരു കിടിലൻ ഐറ്റമാണ്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയട്ടെ. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൂർക്ക എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോർക്കും കൂർക്കയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കൂർക്ക അത്യാവശ്യം ചെറിയ കൂർക്ക ആയതുകൊണ്ട് കട്ട് ചെയ്യാതെ അങ്ങനെ മുഴുവനോടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 400 ഗ്രാം കൂർക്ക ഉണ്ടാവും ഞാൻ 1 കിലോ പോർക്കിന് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 400 ഗ്രാം തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് മെയിൻ ഐറ്റംസ്. ബാക്കി ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിലേക്ക് ഇടുന്നത് പോർക്കാണ്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു 400 ഗ്രാം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോർക്കും കൂർക്കയും ഉണ്ടാക്കുമ്പോൾ മസാല ശരിക്കും പിടിച്ച് കിട്ടാൻ വേണ്ടി ഈ പ്രഷർ കുക്കറിലേക്ക് തന്നെ കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒന്നും കൂടെ ലാസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയെടുക്കും. രണ്ടും ഏകദേശം ഒരേ മസാലയാണ്. അളവുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. അതിലൊരു പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ആഡ് ചെയ്യും. ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ മസാലകളും നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് കേട്ടോ. എന്നിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്പൂൺ കൊണ്ടാണെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യുക, ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ചെയ്യുക. എന്തായാലും മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഈ മസാല ഫുൾ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. നമ്മൾ കുക്കറിന്ന് അടച്ചു കൊടുക്കുകയാണേ. ഇനി നമ്മളിതിനൊരു 8 വിസിൽ വരുന്നവരെങ്കിലും വേവിക്കണം. കാരണം പോർക്ക് അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ്. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് വേവിച്ചാൽ മതി. പിന്നെ ഒരു 6 വിസിൽ കഴിയുമ്പോൾ വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പോർക്ക് ദേ ഒരു 6 വിസിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എടുക്കുക കേട്ടോ അടപ്പിൻ്റെ. അടിപൊളിയായിട്ട് വെള്ളവും കുറച്ച് നെയ്യൊക്കെ കൂടെ ഇതിന് ഊറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂർക്കയുടെ പരിപാടിയാണ്. കൂർക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴും കൂർക്ക ഇതിൽ കൂടെ കിടന്ന് വെന്താൽ ഈ മസാലയും നെയ്യും ഒക്കെ കൂടെ ശരിക്കും ഇതിലേക്ക് പിടിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കൂർക്ക ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂർക്കയ്ക്ക് വേവ് കുറച്ചേ ഉള്ളൂ, അതാണ് നമ്മൾ ആദ്യം ഇടാത്ത കേട്ടോ. എന്നിളക്കിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടെ പ്രഷർ കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിലും കൂടെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്കയും 2 വിസിൽ വന്നു കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പ്രഷർ പോകാൻ വെച്ചിരിക്കുക കേട്ടോ. ഇത് തുറന്നിട്ടില്ല. അതേസമയം മറ്റൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പുണ്ട്. ബാക്കി ഐറ്റംസ് എല്ലാം എടുത്തും വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
വെളിച്ചെണ്ണ തന്നെ ടേസ്റ്റ് കിട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുക, കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പോർക്ക് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ വരട്ടിയെടുക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് കിടന്നൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത ജിഞ്ചർ ഗാർലിക് ഇല്ലേ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു 4 പച്ചമുളക് കീറി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ ഗാർഡനിലെ പച്ചമുളക് കേട്ടോ. ഇനി കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ഒരു അത്യാവശ്യം വലിയ സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കണ്ടേ. ഇനി നമ്മളിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി ഈ സവാള ഒരു ബ്രൗൺ നിറമാവുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ സവാള ഏതാണ്ടൊരു ബ്രൗൺ നിറമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് ഒരു തക്കാളി, മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ഈ തക്കാളി ഇതുമായിട്ട് വെന്ത് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഇതിലേക്ക് വെന്ത് ചേർന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ആഡ് ചെയ്യുന്നത് മസാലപ്പൊടികളാണ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ പോർക്ക് വേവിക്കുന്ന സമയത്ത് കുറേ മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലും കുറച്ച് പൊടികൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ആഡ് ചെയ്ത സാധാ മുളക് പൊടിയായിരുന്നു, അതിന് എരിവ് കുറച്ച് കൂടുതലായിരിക്കും. കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ കുറച്ച് നിറം കിട്ടും, എരിവ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട്, ഇത് പ്രത്യേകിച്ച് ഓർക്കുക, ഫ്ലെയിം പരമാവധി ലോ ആക്കി വെച്ചിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ പോർക്കിൻ്റെയും കൂർക്കയുടെയും അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. പ്രഷറൊക്കെ പോയിരിക്കണ്ടേ. യെസ്, നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഒരു കൂർക്കെടുത്ത് വെന്തോ നോക്കാം കേട്ടോ നമുക്ക്. യെസ്, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ കറക്റ്റായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോർക്കിൻ്റെയും കൂർക്കയുടെയും മിക്സ് നമ്മൾ വേവിച്ച് വെച്ചതില്ലേ, അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ വെള്ളത്തോട് തന്നെ ചെയ്യണം കേട്ടോ, വെള്ളം കളയരുതേ. ഇതിനെ ഇളക്കി ഈ മസാലയോട് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി സ്റ്റൈലിലുള്ളത്. ഞങ്ങൾ കുറച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം വറ്റുന്നവരെ ചെയ്യാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ഇപ്പോൾ കുറച്ചൊന്ന് വറ്റട്ടെ വെള്ളം. അപ്പോൾ മസാലയൊക്കെ ഫുള്ള് മിക്സായപ്പോൾ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ശരിക്കും ഡ്രൈ ആവണമെങ്കിൽ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കറുത്ത് കിടിലായിട്ട് വിട്ടുവിടും സാധനം. എന്തായാലും ഞങ്ങളിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അവസാനമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്, ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഫൈനലി നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോകണേ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഈ പന്നിയിറച്ചിയിൽ കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എമ്മി അങ്കമാലി സ്റ്റൈൽ പോർക്കും കൂർക്കയും റെഡിയാണ്. എന്തായാലും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, ഇതിൻ്റെ അവസാനം നമ്മുടെ അങ്കമാലി സ്റ്റൈൽ പോർക്കും കൂർക്കയും എത്തിയിട്ടുണ്ട്. കപ്പയുടെ ഒപ്പം ഞങ്ങളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണേ. ഇതേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്ഥിരം വരുന്ന ആളാണ്, കുറേ നാളായിട്ട് ഇവിടെ എങ്ങുമില്ല. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഉദയനൊരു ആഗ്രഹമായിരുന്നു ഈ പോർക്കും കൂർക്കയും ട്രൈ ചെയ്താലോ എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞതിൽ പെട്ടെന്ന് വണ്ടി കയറി ഇങ്ങോട്ട് പോരും നമുക്ക് ചെയ്യാം, അങ്ങനെ വന്നു കേട്ടോ. രാവിലെ എത്തിയതാണ്. അപ്പോൾ ഇന്ന് പോർക്കും കൂർക്കയും കഴിച്ചിട്ട് ഉടനെ മടങ്ങുന്നതായിരിക്കും. എന്തായാലും ടേസ്റ്റ് ചെയ്യിക്കാൻ പുള്ളിയൊക്കെ കേട്ടോ. ആദ്യം കുറച്ച് കപ്പ. ഞങ്ങൾ ഇന്നത് കപ്പയുടെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ. ഇത് ശരിക്കും വറുത്തിട്ട് നല്ല ബ്ലാക്ക് കളർ ആവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കഴിച്ചു നോക്കൂ. ഇച്ചിരി കപ്പയും ഒരു പോർക്കിൻ്റെ കഷ്ണം എടുക്കുക ആദ്യം. ആത്മാർത്ഥമായിട്ട് പറയും. ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കൂടുതൽ പറയാനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പോർക്ക്, കൂർക്ക, തേങ്ങാക്കൊത്ത്, ഒരുപാട് ചെറിയുള്ളി ഒക്കെ കൂടി ചേർന്നൊരു ബെസ്റ്റായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ക്രിസ്മസിന് ഈ ഐറ്റം, ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ ക്രിസ്മസിന്, ഒരു ഐറ്റം നമ്മുടെ പോർക്കും കൂർക്കയും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ടു ആൾ. മെറി ക്രിസ്മസ്.